بسم الله الرحمن الرحيم. يوم يدعون إلى نار جهنم دعا هذه النار التي كنتم بها تكذبون أفسحر هذا أم أنتم لا تبصرون اصلوها فاصبروا أو لا تصبروا سواء عليكم إنما تجزون ما كنتم تعملون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1839 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 52-ാമത്തെ അധ്യായമായ സൂറത്ത് തൂറിലെ 13 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ ഹാദിഹിൻ നാറുല്ലതീ കുൻതും ബിഹാ തുകദ്ദിബൂൻ അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ ഇസ്ലൗഹാ ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ സവാഉൻ അലൈക്കും ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് തൂറിലെ 13 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. റൂം ഓപ്പൺ ചെയ്യാൻ സാങ്കേതികമായ ചില തടസ്സങ്ങൾ നേരിട്ടത് കൊണ്ടാണ് നമ്മൾ സെഷൻ തുടങ്ങാൻ അല്പം വൈകിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർന്ന് ദിവസങ്ങളിൽ സമയത്തിന് തന്നെ തുടങ്ങാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൂറത്ത് തൂർ വിശുദ്ധ ഖുർആനിലെ 52-ാമത്തെ അധ്യായമാണ്. 49 ആയത്തുകളുള്ള മക്കയിൽ സൂറത്ത് ദാരിയാത്ത് അവതരിച്ച ഏകദേശം അതേ ഘട്ടത്തിൽ തന്നെ അവതരിക്കുകയുണ്ടായ ഒരു സൂറത്താണ് സൂറത്ത് തൂർ. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുവായ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. സൂറത്തിന്റെ പേര് സൂറത്ത് തൂർ എന്നാണ്. അത്തൂർ എന്നത് സിനായ് മരുഭൂമിയിലെ ഒരു പർവ്വതത്തിന്റെ പേരാണ്. ആ പദത്തിന്റെ അർത്ഥവും പർവ്വതം എന്ന് തന്നെയാണ്. മൂസാ അലൈഹി ഇസ്ലാമുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു പർവ്വതമാണ് സൂറത്ത് തൂർ. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ 5 വ്യത്യസ്തങ്ങളായ ഖസമുകൾ നമ്മൾ കാണുകയുണ്ടായി. 7-ാമത്തെ ആയത്തിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യം മക്കയിലെ അഭിസംബോധിതരായ ആളുകളെ കേൾപ്പിക്കുന്നതിന്റെ മുമ്പായി ആ പറയുന്ന കാര്യം 7-ാമത്തെ ആയത്തിൽ വെളിപ്പെടുത്തുന്ന കാര്യം യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്നതിനുള്ള സാക്ഷ്യമായിട്ട് അല്ലാഹു ചില പ്രതിഭാസങ്ങളെ ശപഥം ചെയ്യുന്നതിനായിട്ട് പരാമർശിക്കുകയാണ് സൂറത്തിന്റെ ആദ്യത്തെ 6 ആയത്തുകളിലായിട്ട്. 1-ാമത്തെ ആയത്തില് സൂറത്ത് തൂറിനെ പരാമർശിക്കുകയുണ്ടായി, ജബൽ തൂറിനെ പരാമർശിക്കുകയുണ്ടായി. 2-ാമത്തെ ആയത്തിലും 3-ാമത്തെ ആയത്തിലുമായിട്ട് വിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അഹ്ലുൽ കിതാബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ദൈവിക വെളിപാടുകളുടെ ലിഖിത രൂപങ്ങൾ അതിനെയാണ് ശപഥം ചെയ്യുന്നതിനായിട്ട് അള്ളാഹു പരാമർശിക്കുന്നത്. തൂർ പർവ്വതത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. മൂസാ അലൈഹി ഇസ്ലാമിന്റെ
സംഭവബഹുലമായ ജീവിത ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ചരിത്രപ്രധാനമായ കാര്യങ്ങൾക്ക് സാക്ഷിയായ ഭൂതലത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു അടയാളമാണ് തൂർ പർവ്വതം. ഫിറോവിന്റെയും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ആളുകളുടെയും കിരാതമായ അടിച്ചമർത്തലിൽ എല്ലാ നിലക്കും ആശയറ്റുപോയ ഒരു സമൂഹം മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൈവികമായി ചുമതലപ്പെടുത്തപ്പെട്ട വിധത്തിലുള്ള ഇടപെടലിലൂടെ ആ സമൂഹം ഉയർത്തെഴുന്നേറ്റ് വരികയും തീർത്തും അവിശ്വസനീയമായ വിധത്തില് ആ അധികാര സംവിധാനങ്ങളെ മലർത്തിയടിച്ച് ഭൂമിയിൽ കാലുറപ്പിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഉയരുകയും ചെയ്തതാണ് തൂർ പർവ്വതം സാക്ഷ്യം വഹിച്ച ശ്രദ്ധേയമായ ഒരു കാര്യം. സാധാരണഗതിയിൽ നമ്മുടെ സാമൂഹ്യ നിയമങ്ങളുടെയോ രാഷ്ട്രീയ സാധ്യതകളുടെയോ ഒക്കെ സൂചനകൾ വെച്ചുകൊണ്ട് വിലയിരുത്തിയാൽ ഒരിക്കലും തന്നെ രാഷ്ട്രീയമായിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് ആർക്കും ബോധ്യമുള്ള ഒരു അവസ്ഥയിലാണ് ഫിറോവിന്റെ ആളുകളുടെ ഈജിപ്തിലെ അടക്കി വാഴുന്ന അന്നത്തെ അവസ്ഥ. ബനൂ ഇസ്രായേൽ സമൂഹം അടിച്ചമർത്തപ്പെടുകയും വളരെ വ്യവസ്ഥാപിതമായി തന്നെ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന, അവരിലെ ആൺമക്കളെ നിരന്തരമായി അറുകൊല ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരവസ്ഥയിൽ എല്ലാ വിധത്തിലുള്ള ലിഞ്ചിങ്, അതുപോലെ ഡീമണൈസേഷൻ പോലെയുള്ള സംഗതികളും പിശാചുവൽക്കരണവും അതുപോലെയുള്ള സാമൂഹ്യമായ രീതികളും ഒക്കെ പ്രയോഗിച്ചുകൊണ്ട് ബനൂ ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു അവര് ഈജിപ്തില് ആ ബനൂ ഇസ്രായേൽ സമൂഹത്തെ ഫിറോവിനും കൂട്ടരും എല്ലാ നിലക്കും കയ്യും കാലും ഒടിച്ചിട്ട പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് മർദ്ദിതരായ ആ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവരെ വിമോചിതരാക്കുന്നതിനും വേണ്ടി അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചയക്കുന്നത്. സ്വാഭാവികമായ രീതിയിൽ മഹാഭൂരിപക്ഷം വരുന്ന ഈജിപ്തിലെ ഖബത്തി വംശവും ഫിറോവിനെ പിന്തുണക്കുന്ന അധികാര സംവിധാനങ്ങളും അവയെ മറിച്ചിട്ടുകൊണ്ട് ബനൂ ഇസ്രായേൽ സമൂഹം എന്ന കീഴാള വർഗത്തിന്, അധമരായിട്ട് ചവിട്ടി മെതിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിന് അവിടെ മേൽക്കൈ നേടാനുള്ള സാധ്യത ഒട്ടുമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവിക നിയമങ്ങള്, സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നിയമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രാപഞ്ചിക സംവിധാനത്തിൽ ഒരു ഇടപെടൽ നടത്തി അവിശ്വസനീയമായ ഒരു സംഗതി യാഥാർത്ഥ്യമാക്കുകയാണ് തുടർന്നുണ്ടാകുന്നത്. അങ്ങനെയാണ് ഈജിപ്തിന്റെ സമഗ്രാധിപതിയായിരുന്ന ഫിറോവിനും അയാളെ പിന്തുണച്ചുകൊണ്ട് നിലക്കൊണ്ടിരുന്ന ആ ഫാഷിസ്റ്റ് സമൂഹവും, അല്ലെങ്കിൽ അക്രമിയായ ഭരണാധികാരിയെ പിന്തുണച്ചുകൊണ്ട് നിലക്കൊണ്ടിരുന്ന ആ സമൂഹവും കടലിൽ മുങ്ങി മരിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നു. അത് അള്ളാഹുവിന്റെ ഇടപെടലാണ്. ഉയർത്തെഴുന്നേൽപ്പ് എന്നത് സാധ്യതയില്ലാത്തൊരു കാര്യമാണ് എന്ന് സങ്കല്പിക്കുന്ന, പുനരുത്ഥാനം സാധ്യതയില്ലാത്തൊരു കാര്യമാണ് എന്ന് സങ്കല്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ഇടപെടലിലൂടെ, സൈനികമായ ഒരു ഇടപെടലിലൂടെ ഈജിപ്തിൽ നിലനിന്നിരുന്ന ആ വരേണ്യ അധമ സമൂഹങ്ങളുടെ സാമൂഹ്യമായ പ്രാധാന്യത്തെ തന്നെ തകിടം മറിച്ച് മറ്റൊരു വ്യവസ്ഥിതിക്ക് കളമൊരുക്കുന്ന ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു എന്നത് വിശ്വസിക്കാൻ പറ്റുമോ എന്നതാണ് ഇവിടെ പരോക്ഷമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. പ്രകൃതിയിലെ സ്വാഭാവികതയിൽ പെട്ടതല്ല ഉയർത്തെഴുന്നേൽപ്പ്.
എന്ന് സങ്കല്പിക്കുന്ന ആളുകൾ പ്രാപഞ്ചിക നിയമങ്ങളെ അള്ളാഹു സംവിധാനിച്ചതാണ്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഏത് നിയമങ്ങളെയും മാറ്റി നിർത്താനും അവനുദ്ദേശിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകുവാനും യാതൊരു പ്രയാസവുമില്ല എന്നൊരു കാര്യം ഈ സംഭവത്തിലൂടെ അള്ളാഹു ആ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും പ്രത്യക്ഷ സാക്ഷ്യമായിട്ട് അവരുടെ മുന്നിൽ തൂർ പർവ്വതം തല ഉയർത്തി നിൽക്കുകയാണ്. അതുപോലെ പിന്നിട്ട കാലങ്ങളിൽ അഹ്ലുൽ കിതാബിൽപ്പെട്ട സമൂഹങ്ങൾ ഉൾപ്പെടെ പ്രവാചകന്മാര് അവരെ പഠിപ്പിച്ച ആദർശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിലകൊണ്ടവരായിരുന്നല്ലോ. അപ്പോ വളരെ നേർത്ത നിവർത്തി വെക്കപ്പെട്ട മൃഗത്തോലിലെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വേദങ്ങൾ അല്ലെങ്കിൽ വേദവാക്യങ്ങൾ അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ഇവിടെ വ്യക്തമാക്കുന്നത് അവര് സംശയിച്ചു കൊണ്ടിരുന്ന ഉയർത്തെഴുന്നേൽപ്പ് എന്ന കാര്യം, അവര് വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന മരണാനന്തരം പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്ന കാര്യം അവർക്ക് അവിശ്വസനീയമായി തോന്നാമെങ്കിലും പിന്നിട്ട കാലത്തെ സകല പ്രവാചകന്മാരും ആ യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവരുടെ സമൂഹങ്ങളെ താക്കീത് ചെയ്യുകയുണ്ടായതും അവരെ ഉത്ബുദ്ധരാക്കുകയുണ്ടായതും എന്നതാണ് വസ്തുത. ആ കാര്യമാണ് അല്ലാഹു നിവർത്തിവെക്കപ്പെട്ട മൃദുലമായ മൃഗത്തോലില് രേഖപ്പെടുത്തപ്പെട്ട ദൈവിക ഗ്രന്ഥങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇവിടെ ആണയിട്ട് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ല അവർക്ക് താക്കീതായി അവരെ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന കാര്യം അത് പുതിയൊരു സംഗതിയൊന്നുമല്ല. പിന്നിട്ട കാലത്ത് എല്ലാ പ്രവാചകന്മാരും എല്ലാ വേദഗ്രന്ഥങ്ങളിലുമായിട്ട് പഠിപ്പിക്കുകയുണ്ടായ സംഗതി തന്നെയാണ്. അതുപോലെ മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചരിത്ര സാക്ഷ്യമാണ് ബൈത്തുൽ മഅമൂർ. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പടുത്തുയർത്തിയ കഅബയും അതിന്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ ഏകത്വത്തിനും പ്രവാചകന്മാര് പഠിപ്പിച്ച കാര്യങ്ങൾക്കുമൊക്കെ സാക്ഷ്യമായിട്ട് നിലകൊള്ളുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അതാണ് അള്ളാഹു ഇവിടെ നടത്തുന്ന പ്രസ്താവനയ്ക്കുള്ള സാക്ഷ്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു സംഗതി. അതുപോലെ വസഖ്ഫിൽ മർഫൂർ, ഉയർത്തപ്പെട്ടിട്ടുള്ള മേൽക്കൂര എന്ന വിധത്തിൽ അള്ളാഹുവിടെ പരാമർശിക്കുന്നത് ആകാശത്തെയാണ്. പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും അതിന്റെ പുറകിൽ ആസൂത്രകനെ ബോധ്യപ്പെടാൻ ആകാശത്തോളം ഉപകരിക്കുന്ന വേറെ വല്ലതുണ്ടോ എന്നത് സംശയാസ്പദമാണ്. തുടർന്ന് വൽ ബഹരിൽ മസ്ജൂർ, ആളിക്കത്തുന്ന അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായ, ഇനി അതുമല്ലെങ്കിൽ നിറഞ്ഞു കവിഞ്ഞ സമുദ്രത്തെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു അതിനെയും ഒരു സാക്ഷ്യമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. താനെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല കടലിന്റെ പ്രക്ഷുബ്ധത. തിരമാലകള് അടിച്ചു വീശുന്നതും കാറ്റിന്റെ പ്രതിഫലനങ്ങള് സമുദ്രോപരിതലത്തിൽ ഉണ്ടാകുന്നതും അത് മനുഷ്യ ജീവിതത്തിൽ മാത്രമല്ല ജീവജാലങ്ങളുടെ തന്നെ ജീവിത ക്രമത്തിലൊക്കെ തന്നെ വളരെ നിർണായകമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. താനെ ഉണ്ടായ ആകസ്മികമായി ഉണ്ടായ ഒരു കാര്യമേ അല്ല സമുദ്രവും അതിലെ പ്രക്ഷുബ്ധമായ തിരമാലകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു പല പ്രതിഭാസങ്ങളും. അതൊക്കെയും തന്നെ ദൈവിക ആസൂത്രണത്തിന്റെ മാത്രം ഫലമായി ഉണ്ടായ ഒരു കാര്യമാണ്. അപ്പൊ അതിനെയും അള്ളാഹു സാക്ഷ്യമായിട്ട് പറയുകയാണ്. എന്നിട്ട് ഇവിടെ കേൾപ്പിച്ച സംഗതി ഇന്ന അദാബ റബ്ബിക ലവാഖിഅ എന്നാണ്. നിശ്ചയമായിട്ടും നിന്റെ റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്.
ഇവിടെ ശിക്ഷയെ കുറിച്ച് പ്രത്യേകം പറഞ്ഞതിന്റെ കാര്യം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. അഭിസംബോധിതര് മുഖ്യമായിട്ടും നിഷേധികളായതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് എന്ന് പറഞ്ഞാൽ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള നാള് ആണ് എന്നത് കൂടിയാണ് അതിനുള്ള ഒരു ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ ആ ദൈവിക ശിക്ഷയുടെ ഉയർത്തെഴുന്നേൽപ്പ് നാള് സംഭവിക്കുമ്പോൾ അതിനെ മാലഹു മിൻ ദാഫിയ, അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ആരും ഉണ്ടാവില്ല. യൗമ തമൂറു സമാഉ മൗറ, ആകാശം അതിശക്തമായി പ്രകമ്പിതമാവുമ്പോ അല്ലെങ്കിൽ ചലിപ്പിക്കപ്പെടുമ്പോ, തസീറുൽ ജിബാലു സൈറ, പർവ്വതങ്ങള് പാറിപ്പറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോ, വൈലുൻ യൗമ ഇദിൻ ലിൽ മുകദ്ദിബീൻ, അന്ന് നിഷേധികളുടെ, അസത്യവാദികളുടെ അന്നത്തെ അവസ്ഥ, അവര് വലിയ നാശം ഏറ്റുവാങ്ങുന്നവരാകും എന്നതാണ്. അല്ലദീനഹും ഫീ ഖൗലിൻ യൽഅബൂൻ, ജീവിതത്തെ ഒരിക്കൽ പോലും ഗൗരവത്തോടെ കാണാൻ കൂട്ടാക്കാതെ അവരുടെ അടിസ്ഥാനരഹിതമായ വാദമുഖങ്ങളുമായി അത്തരം തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അല്ലദീനഹും ഫീ ഖൗലിൻ യൽഅബൂൻ, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിത വീക്ഷണം, നിലപാട്, ജീവിത ദർശനം എന്നൊക്കെ പറയുന്നത് കേവലം തർക്കത്തിൽ ഏർപ്പെടാനുള്ള ഒരു കാര്യം മാത്രമായിരുന്നു. അവരതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുകയോ സത്യസന്ധമായ ഒരു നിലപാടിലേക്ക് വരികയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് അതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഒരു കളിതമാശയായി അത്തരം ചർച്ചകളിൽ ഊളിയിടുകയാണ്, അല്ലെങ്കിൽ അതില് അമഗ്നരാവുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അതിനെ തുടർന്ന് അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ചു കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അന്ത്യനാളിന്റെ സംഭവിക്കുമെന്ന് അള്ളാഹു ഉറപ്പിച്ചു പറഞ്ഞ ആ ഉയർത്തെഴുന്നേൽപ്പ് നാളിന്റെ ചില പ്രത്യേകതകള്, തുടർന്നുള്ള അവസ്ഥകൾ വിവരിക്കുകയാണ്. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, നരകാഗ്നിയിലേക്ക് അവര് ഉന്തിത്തള്ളി നീക്കപ്പെടുന്ന ആ നാളെന്നല്ല. ആ നാളില് നരകത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ആളുകളോടായിട്ട് ഒരു സംസാരം നടക്കും. അതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ. യുദഊന എന്ന് പറഞ്ഞ തള്ളി നീക്കുക, ത്രസ്റ്റ് ചെയ്യപ്പെടുക എന്നൊക്കെയാണ്. അപ്പൊ ഉന്തിത്തള്ളി അവരെ വലിച്ചിഴച്ച് നരകത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ആ നാളില് അത് വളരെ മയത്തോടു കൂടിയുള്ള ഒരു ഇടപെടലൊന്നുമല്ല. വളരെ പരുഷമായ രീതിയിൽ അവരെ ഉന്തിയും തള്ളിയും പ്രഹരിച്ചും വലിച്ചഴച്ചും ഒക്കെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ നാളിൽ ഈ യുദഊന ദഅ എന്ന് പറയുന്നതിന്റെ ആ പദം ആവർത്തിച്ചിവിടെ ഉപയോഗിക്കുന്നതിൽ ആ പാരുഷ്യമൊക്കെ അടങ്ങിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ, നാറ് ജഹന്നമിലേക്ക് അവര് ഉന്തി തള്ളി നീക്കി ഒക്കെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ആ ഒരു നാളിൽ അന്ന് അവരോടായിട്ട് പറയപ്പെടുന്ന കാര്യം ഇതാണ്. ആദിഹിന്നാറുല്ലത്തി കുന്തും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്ന ഒരു നരകാഗ്നി ഉണ്ടല്ലോ, അതാണിത്. നിങ്ങൾ ഇത്രയും കാലം ഭൗതിക ലോകത്ത് പ്രവാചകന്മാരൊക്കെ താക്കീത് നൽകിയപ്പോ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ നിഷേധിച്ചു കളയുകയായിരുന്നു നരകം എന്ന യാഥാർത്ഥ്യത്തെ. എന്നാൽ ഇപ്പൊ കൺമുന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആദിഹിന്നാറുല്ലത്തി കുന്തും ബിഹാ തുകദ്ദിബൂൻ, ഏതൊരു നരകാഗ്നിയെയാണ് നിങ്ങൾ ഇത്രയും കാലം നിഷേധിച്ചു കൊണ്ടിരുന്നത്, ആ നരകാഗ്നിയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോ കാണിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്നിട്ടൊരു ചോദ്യം, അഫസിഹുറുൻ ഹാദ, ഇതൊരു മായാജാലമാണോ? ഇതൊരു മാന്ത്രിക വിദ്യ കൊണ്ട് താൽക്കാലികമായിട്ട് പ്രത്യക്ഷപ്പെടുത്തിയ ഒരു സംഗതിയാണോ? അഫസിഹുറുൻ ഹാദ, നിങ്ങൾ അതിന്റെ ആ നരകത്തിന്റെ ചൂടും പാരുഷ്യവും അതിന്റെ കാഠിന്യവും ഒക്കെ അകലെ നിന്ന് തന്നെ അനുഭവിക്കുകയാണ്. ഇത് കേവലം ഒരു മാന്ത്രിക പ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊരു സിഹറിന്റെ ഫലമായിട്ടുണ്ടായ ഒരു കൺകെട്ടലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അഫ സിഹറുൻ ഹാദ, ഇതൊരു മായാജാലം അല്ലെങ്കിൽ ഒരു മാന്ത്രിക വിദ്യ ആണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അം അൻതും ലാ തുബ്സിറൂൻ, ഇനി അതല്ല,
നിങ്ങളിത് കൺമുന്നിൽ കാണുന്നില്ല എന്നുണ്ടോ? നരകം കൺമുന്നിൽ നിങ്ങൾക്ക് കാണാവുന്ന വിധത്തിലാണുള്ളത്. അത് സിഹറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാണല്ലോ. നരകവും സ്വർഗവും ഒക്കെ നമ്മളെ പല നിലക്കും പാട്ടിലാക്കാൻ വേണ്ടി പ്രവാചകന്മാർ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മായാജാലങ്ങളാണ്. അതിലൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ല എന്നാണ് നമ്മുടെ വേദിയിൽ തന്നെ ചിലര് ആവർത്തിച്ചു പറയാറുണ്ടായിരുന്ന ഒരു കാര്യം അതാണ്. ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ആളുകളെ തന്റെ വശത്ത് കൊണ്ടുവരാൻ വേണ്ടി, തന്റെ ഭാഗത്തേക്ക് ചേർത്ത് കൊണ്ടുവരാൻ വേണ്ടി പ്രവാചകന്മാര് അല്ലെങ്കിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു അവാസ്തവമായ അടിസ്ഥാനരഹിതമായ ഒരു കാര്യം മാത്രമാണ്, അടിസ്ഥാനരഹിതമായ ഒരു ആശയം മാത്രമാണ് നരകവും സ്വർഗവും. അതിലൊന്നും യാതൊരു കഴമ്പുമില്ല, യാതൊരു യാഥാർത്ഥ്യവും അതിലില്ല. ഇതായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അള്ളാഹു അവരോട് ഈ ഘട്ടത്തിൽ ചോദിക്കുന്നത് അഫസിഹ്റുൻ ഹാദ, നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഇത് സിഹറാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അം അൻതും ലാ തുബ്സിറൂൻ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല എന്നുണ്ടോ? നിങ്ങൾക്ക് കാഴ്ചശേഷി, ദർശനശേഷി നഷ്ടപ്പെട്ടു പോയതാണോ? നരകം കൺമുന്നിൽ നിങ്ങളുടെ ഗോചരമായ വിധത്തിൽ ഉണ്ടായിട്ട് നിങ്ങൾ ഈ വിധത്തിൽ നിലക്കൊള്ളുന്നതിന്റെ രഹസ്യം എന്താണ്? നിങ്ങൾക്കത് യാഥാർത്ഥ്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ലേ? അത് സിഹറാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുകയാണ്? ഇതാണ് ചോദ്യം. ഇസ്ലഊഹ, നിങ്ങൾ അങ്ങോട്ട് കയറിക്കോളൂ, കയറി വെന്തെരിഞ്ഞോളൂ. ഇനി നിങ്ങളുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്നു. ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് ഒക്കെ അള്ളാഹു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയില്ല. ഇസ്ലഊഹ, നിങ്ങൾ അങ്ങോട്ട് കയറി അതിൽ വെന്തെരിഞ്ഞോളൂ. ഫസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചാലും ശരി, ഔലാ തസ്ബിറു, ക്ഷമിച്ചില്ലെങ്കിലും സഹനം കൈക്കൊണ്ടില്ലെങ്കിലും സഹനം കൈക്കൊണ്ടാലും അതുകൊണ്ട് സവാഉൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഒരുപോലെയാണ്. അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ സഹനം അവലംബിച്ചു അല്ലെങ്കിൽ സഹനം അവലംബിച്ചില്ല, എന്ത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും തീർച്ചയായിട്ടും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസവും ഉണ്ടാക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അന്തിമമായ ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്ന വിധി തീർപ്പാണിത്, ഈ നരകം. അങ്ങോട്ട് കയറി അത് ആസ്വദിച്ചോളൂ എന്നാണ് അവരോടായിട്ട് പറയപ്പെടുന്നത്. നിങ്ങൾ വെപ്രാളപ്പെട്ട് വളരെ പ്രകോപിതരായിട്ട് പ്രതികരിക്കുന്നു എങ്കിലും, അല്ലെങ്കിൽ സഹനം കാണിച്ചുകൊണ്ട് അത് ക്ഷമയോടെ ഏറ്റുവാങ്ങുന്നു എന്നാണ് വരുന്നതെങ്കിലും അതൊരു വ്യത്യാസവും ഉണ്ടാക്കാൻ പോകുന്നില്ല. സംഗതിയൊക്കെ ഫലത്തിൽ ഒന്ന് തന്നെയാണ്. കാരണം അതിനൊക്കെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം തീരുമാനിക്കാൻ, മറ്റൊരു ചോയ്സ് കണ്ടെത്താൻ അവസരമില്ല എന്നതാണ് വസ്തുത. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിശ്ചയമായിട്ടും നിങ്ങൾ പ്രതിഫലമായിട്ട് നൽകപ്പെടുന്നത് നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് അതിന് മാത്രമായിരിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബൗണ്ടാണ് നിങ്ങളിപ്പോ ഏറ്റുവാങ്ങുന്ന പ്രതിഫലം. അത് ശിക്ഷയായാലും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന തരം പ്രതിഫലമായാലും അത് നിങ്ങളുടെ പ്രവർത്തനത്തിനുള്ള, നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് നൽകപ്പെട്ട അവസരത്തിൽ കാഴ്ചവെക്കുകയുണ്ടായത് അതിനുള്ള ജസാ ആണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. നിങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ ഉത്തരവാദിത്തം ഏൽക്കുകയോ ചെയ്ത കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതെ പോവുകയോ ഒന്നും സംഭവിക്കുകയില്ല. നീതിപൂർവകമായിട്ടാണ് അത് നടപ്പിലാക്കപ്പെടുക. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ എന്താണോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുള്ള പ്രതിഫലമാണ് നിങ്ങളിപ്പോ നൽകപ്പെടാനിരിക്കുന്നത് എന്നാണ് അവരോടായിട്ട് ആ ഘട്ടത്തിൽ പറയപ്പെടുന്നത്. കൺമുന്നില് നരകം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് ഭൂമിയിലെ അവര് കഴിഞ്ഞുകൂടിയിരുന്ന കാലത്ത് പ്രവാചകന്മാരും അവരുടെ പിന്മുറക്കാരും ഒക്കെ പറഞ്ഞിരുന്ന, താക്കീതായി അറിയിച്ചിരുന്ന കാര്യം അള്ളാഹുവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. പണ്ട് നിങ്ങൾ ഇതിനെ ഒരു സിഹറായിട്ട്
സൂചിപ്പിച്ചിരുന്നല്ലോ, അവാസ്തവമായ ഒരു സംഗതിയായിട്ട് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോഴും ആ അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അതോ അതിന്റെ നരകത്തിന്റെ ആ ജ്വാല ഏറ്റ് നിങ്ങളുടെ മുഖം കരിഞ്ഞ് കരിവാളിച്ചു പോകുന്നുണ്ടോ? അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമായിട്ട് അതിന്റെ ചൂട് ഏറ്റുവാങ്ങാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ നരകത്തിന്റെ എല്ലാ ഭയവിഹ്വലതയും അനുഭവിച്ചുകൊണ്ടാണോ ഇപ്പോഴുള്ളത്? അതല്ല ഇത് കേവലമായ ഒരു സിഹറായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഒരു കാര്യം നിങ്ങൾ തീർച്ചപ്പെടുത്തിക്കോളൂ, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത കാര്യമല്ലാതെ അതിനുള്ള പ്രതിഫലമല്ലാതെ യാതൊന്നും ഏറ്റുവാങ്ങേണ്ടി വരികയില്ല. ഇതാണ് അള്ളാഹു അവരോടായിട്ട് പറയുന്നത്. അപ്പോ ഈ ഒരു കാര്യം 7-ാമത്തെ ആയത്തില് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. ആ ഒരു സംഗതിയെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് അതിന്റെ ചില വിശദാംശങ്ങൾ കൂടി നൽകപ്പെടുകയാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയ 13 മുതൽ 16 വരെയുള്ള ആയത്തുകളിൽ. ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത് 5 കാര്യങ്ങളെ ഖസം ചെയ്തുകൊണ്ടാണ്. അതില് പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളുണ്ട്, ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും പ്രവാചകന്മാരുടെ സാന്നിധ്യത്തിൽ പിന്നിട്ട കാലത്തെയും അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെയും ജനങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അവർ സാക്ഷ്യപ്പെടുത്തപ്പെട്ട സംഗതികളെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു ഈ കാര്യം ഇവിടെ ആണയിട്ട് സത്യപ്പെടുത്തി പറയുന്നത്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്ത് തൂറിലെ 13 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.